ശ്രുതിയെ പറ്റിച്ചുകൊണ്ട് ജോലിക്ക് പോവാണെന്നും പറഞ്ഞ് പാർക്ക് പോയിരിക്കുന്ന വിവരം ശ്രുതി അറിയാണ്. സച്ചി വന്നാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. തെളിവ് സഹിതം സച്ചി കാണിച്ചും കൊടുക്കാണ്. ഇന്നത്തെ റിവിലോട്ട് കിടക്കാം. രേവതിക്ക് സച്ചി ഒരു പൂക്കടയൊക്കെ ഇട്ടുകൊടുത്തു. ആ പൂക്കടയില് ഒരുപാട് കസ്റ്റമേഴ്സ് വരാനായിട്ട് സച്ചി ഒരു നോട്ടീസ് അടിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും വിതരണവും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് സച്ചിക്ക് ഒരു വാടക കിട്ടുന്നത്. ട്രിപ്പ് കൊണ്ടുപോകുന്നത് സുധി പകൽ സമയത്ത് ഉല്ലസിക്കുന്ന പാർക്കിനടുത്തോട്ടായിരിക്കും. അവിടെ ചെന്ന് ആളെ ഇറക്കുന്നുണ്ട്. ആൾക്ക് ഒരു നോട്ടീസും കൊടുക്കുന്നുണ്ട്. എന്റെ ഭാര്യ ഒരു പൂക്കട നടത്തുവാണ്, ആവശ്യമുണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് തന്നെ പൂക്കൾ വാങ്ങിക്കണമെന്ന് സച്ചി പറയുന്നു. അങ്ങനെയാണ് സച്ചി തൊട്ടടുത്ത് ഈ പാർക്ക് കാണുന്നത്. ഇവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ, ഇവിടെ കുറച്ച് നോട്ടീസ് കൊടുക്കാം. ഇതും പറഞ്ഞുകൊണ്ട് പാർക്കിന്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അവിടെയാണെങ്കിൽ സച്ചി കടലയും എല്ലാം കഴിച്ച് ഉല്ലസിച്ചിരിക്കുമായിരിക്കും. ആ പാർക്കിലുള്ള എല്ലാവർക്കും നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ പാർക്കിലെ സെക്യൂരിറ്റിയുടെ അടുത്ത് കുറച്ച് നോട്ടീസ് കൊടുക്കാണ്. ചേട്ടാ, ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് കൊടുക്കണം, എന്റെ ഭാര്യ ഒരു പൂക്കട നടത്തുക, അതിന്റെ നോട്ടീസാ. അങ്ങനെ അയാളെടുത്ത് ഈ നോട്ടീസ് കൊടുക്കുക. കൂട്ടത്തില് ഒരു 50 രൂപയും കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സച്ചി അവിടുന്ന് പോരാ നേരത്തായിരിക്കും ആ കാഴ്ച കാണുന്നത്. സുധിയും സുധിയുടെ ഫ്രണ്ടുമായിട്ട് പാർക്കിലൊരു ബെഞ്ചിലിരുന്ന് നല്ല സംസാരമായിരിക്കും. കൂട്ടത്തിലെ കടലയും അതൊക്കെ കഴിച്ച് ആസ്വദിച്ചിരിക്കുന്നത് സച്ചി കാണുകയാണ്. സച്ചിയാണെങ്കിൽ സെക്യൂരിറ്റിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവരെന്താ ഇവിടെ ഇരിക്കുന്നേ? അവർക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ രാവിലെ പാർക്ക് തുറക്കുന്നതിന് മുൻപേ ഇവിടെ വന്ന് കാത്തു നിൽക്കും, എന്നിട്ട് ആദ്യം തന്നെ ഉള്ളിൽ വന്ന് കയറിയിരിക്കും. സ്ഥിരമായിട്ട് ആ ബെഞ്ചിലായിരിക്കുക. 2-3 മാസമായിട്ട് ഇതേപോലെ തന്നെയാ പോകുന്നത്. എന്നും രാവിലെ വരും, ഒരു 5 മണി 6 മണിയാവുമ്പോൾ തിരികെ പോവുകയും ചെയ്യും. അതുമാത്രമല്ല, രാവിലെ ഒരു 10 മണിയാവുമ്പോൾ കടലൊക്കെ വാങ്ങി ഇങ്ങനെ കഴിച്ചിരിക്കും. കൃത്യം 1 മണിയെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കും. പിന്നെ കുറച്ചു നേരം ഉറങ്ങും. അതിനുശേഷം 4 മണിക്ക് ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ചായയും സ്നാക്സും ഒക്കെ കഴിക്കും. ഇടയ്ക്ക് കരിക്ക് കുടിക്കും. അങ്ങനെയാ അവരുടെ ഒരു ദിവസം ഇവിടെ തള്ളി നിൽക്കുന്നത്. ഇത് കേട്ടാണെങ്കിൽ സച്ചിക്ക് ആകെ ഒരു ഞെട്ടലായിരിക്കും. അപ്പൊ നീ ജോലിക്ക് പോവാണെന്നും പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച് ഈ പാർക്കിൽ വന്നിരിക്കുകയാണല്ലേ എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ സച്ചി അതെല്ലാം വീഡിയോ എടുക്കാണ്. സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ അറിയുന്ന ആളാണോ, നിങ്ങൾ എന്താ വീഡിയോ എടുക്കുന്നേ എന്ന് സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുകയാണ്. സെക്യൂരിറ്റി ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം സച്ചി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ വന്ന് ഓരോ ദിവസം എന്തൊക്കെയാ ചെയ്യുന്നേ എന്നൊക്കെ. എനിക്ക് വേണ്ടപ്പെട്ട ആളാ, ഞാൻ എന്തായാലും വീഡിയോ എടുക്കട്ടെ എന്നും പറഞ്ഞ് സച്ചി വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സച്ചി 50 രൂപ കൂടെ അയാൾക്ക് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ ഇത് വെച്ചോ, ഇതെന്റെ ഒരു സന്തോഷത്തിനാണെന്നും പറഞ്ഞ് അയാളെ പറഞ്ഞു വിടാണ്. അങ്ങനെ സച്ചി അവര് കാണാതെ ഒളിഞ്ഞു നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വീഡിയോ എടുക്കാണ്. എന്നാ സുധി പറയുന്നുണ്ട് കൂട്ടുകാരൻ്റെ അടുത്ത്, ഞാൻ ഒരുപാട് നാളായി ഈ സീസോയിലൊക്കെ ഒന്ന് കയറിയിട്ട്, എന്തായാലും നമുക്കിതിലൊന്ന് കയറിയാലോ, നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കളിക്കുന്നതിൽ കയറി കളിക്കുമായിരിക്കും. ഇതൊക്കെ നമ്മുടെ സച്ചി വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ കൃത്യം ഒരു 1 മണി എന്നായപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് സുധി പറയാണ്. അങ്ങനെ രണ്ടുപേരും ഭക്ഷണം ഷെയർ ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം 1:30 to 2:30 3 മണി വരെ ഉറങ്ങുന്ന ടൈമാണ്. ആ സമയത്ത് ആ ബെഞ്ചിൽ തന്നെ രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ എണീക്കുന്നു, ചായ കുടിക്കുന്നു. അങ്ങനെ ബാഗും എടുത്ത് അവിടെ നിന്ന് പോരുന്നതിന് തൊട്ട് മുൻപ് തന്നെ സച്ചി അവിടെ നിന്ന് വണ്ടി വിടുന്നുണ്ട് കേട്ടോ. ഇക്കാര്യങ്ങളെല്ലാം വീട്ടിൽ വന്ന് എല്ലാവരുടെ അടുത്തും പറയണ്ടേ. നല്ല സന്തോഷത്തില് സച്ചി കയറി വരികയാണ്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മയുടെ അമ്മയെയും വിളിക്ക്. രേവതി, പൗഡറായിട്ട് തീണ്ട ഇവിടെ, നീ ഒന്ന് വിളിക്ക്. അങ്ങനെ ശ്രുതിയെയും വിളിക്കുകയാണ്. ശ്രീകാന്തും വർഷയും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് സച്ചി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഞാനൊരു സിനിമ കാണിച്ചു തരാം. റിലീസായ സിനിമ ഇതേപോലെ TV-യിലൊന്നും ഇട്ട് കാണാൻ പാടില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഓരോ സിനിമയും ഓരോരുത്തരുണ്ടാക്കുന്നേ, അതിങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ എന്ന് വർഷ ചോദിക്കാണ്. ഇതേ ഞാൻ ഉണ്ടാക്കിയ സിനിമയാ, ഏട്ടൻ എപ്പോഴാ സിനിമയൊക്കെ പിടിക്കാൻ തുടങ്ങിയേ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിത് കാണിച്ചു തരാം. അങ്ങനെ TV-യിൽ ഈ ഫോൺ കണക്ട് ചെയ്തിട്ട് വീഡിയോ കാണിക്കുകയാണ്. വീഡിയോ ഓൺ ആക്കുന്നതിന് മുൻപേ രവിയോട് പറയുന്നുണ്ട്, അച്ഛാ അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നൊക്കെ പറഞ്ഞ് അച്ഛനെയും അമ്മയെയും ഒക്കെ ഇരുത്തി സച്ചി പറയുന്നുണ്ട്, ഇവിടെ സുധി എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ എങ്ങോട്ടാ രാവിലെ പോകുന്നത്? ജോലിക്ക്, അല്ലാതെ എങ്ങോട്ടാ പോകുന്നേ? എന്നാ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന സുധിയെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അങ്ങനെ വീഡിയോ അങ്ങ് ഓൺ ചെയ്യാണ്. രാവിലെ 9 മണി. അങ്ങനെ കടല കഴിക്കുന്നു. രാവിലെ
11:30 അങ്ങനെ കളിക്കുന്നതും അതുപോലെ ഉച്ചയ്ക്ക് 1 മണി എന്നൊക്കെ പറഞ്ഞ് ഓരോ സീനും ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. ഇതൊക്കെ കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. ചന്ദ്രയ്ക്ക് അത്ര വലിയ ഞെട്ടലാണോ ചോദിച്ചാൽ ഞെട്ടലാണ്. എല്ലാവരും അറിയല്ലേ, അതിന്റെ പേടി ചന്ദ്രയുടെ മുഖത്തുണ്ട്. ബാക്കിയെല്ലാം പിന്നെ ചന്ദ്രയ്ക്ക് അറിയാലോ. ഇത് കണ്ട് ചങ്ക് പൊട്ടിയായിരിക്കും ശ്രുതി നിൽക്കുന്നുണ്ടായിരിക്കുക. തന്റെ ഭർത്താവ് തന്നെ ചതിക്കുകയാണെന്നറിയുമ്പോ ഏതൊരു സ്ത്രീയും ഒരുപാട് സങ്കടപ്പെടും. അതുപോലെ തന്നെ ശ്രുതി പൊട്ടിക്കരഞ്ഞാണ് നിൽക്കുന്നത്. ഇതൊന്നും അറിയാതെ നമ്മുടെ ശ്രുതി കയറി വരുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ കയറി വരുമ്പോ തന്നെ പറയുന്നുണ്ട്, ഇന്ന് എന്താ അറിയില്ല, ഭയങ്കര ക്ഷീണം, ഇന്നേ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. എന്താ ശ്രുതി, നിന്റെ മുഖത്തെന്താ ഒരു സങ്കടം? അമ്മേ, ഇന്ന് ആരാണെന്ന് അറിയോ എന്റെ ഷോറൂമിലോട്ട് വന്നത് കാറ് വാങ്ങിക്കാനായിട്ട്? ആരാ വന്നേന്ന് സച്ചി ചോദിക്കാണ്. ടൊവിനോ ആണ് വണ്ടി എടുക്കാനായിട്ട് ഷോറൂമിലോട്ട് വന്നത്. എല്ലാ കാര്യങ്ങളും ഞാനാ പറഞ്ഞു കൊടുത്തേ. ഒരു വണ്ടി എടുക്കാൻ വന്ന ആള് 2 വണ്ടി എടുത്താ പോയേ. ആണോ? അങ്ങനെ ചന്ദ്ര വന്ന് പറയുന്നുണ്ട്, സുധി നീ ഒന്നും മിണ്ടാതിരിക്കുക. എന്താ അമ്മേ, അവൻ പറയട്ടെ എന്ന് സച്ചി പറയാണ്. നീ പറയട്ടാ, എന്തൊക്കെയാ നടന്നേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. എന്തായാലും അടുത്ത മാസം തൊട്ട് എനിക്ക് കുറച്ച് പൈസ കൂടുതൽ ശമ്പളമായിട്ട് കിട്ടും. എന്നെ അവരെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ദിവസം അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ സൂതി ഇങ്ങനെ തള്ളി മറക്കുകയാണ്. സച്ചിക്കും ബാക്കി എല്ലാവർക്കും കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ഭാവമാറ്റങ്ങളൊന്നുമില്ല. എന്നാ സ്തുതി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അമ്മയുടെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തെ? അമ്മയില്ലേ ഇങ്ങനത്തെ വല്ല കാര്യങ്ങളും കേട്ടാ സന്തോഷിക്കുന്നേ? എന്നാ ഏട്ടന് ഞാനേ ഒരു വീഡിയോ കാണിച്ചു തരാം. ഏട്ടൻ ഇവിടെ ഇരിക്കേ, ഇവിടെ എല്ലാവരും കണ്ടതാ, അതുകൊണ്ട് 2x കാണിച്ചു തരാം. അങ്ങനെ വേഗം തന്നെ ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കാണ്. ഇത് കണ്ട് സൂതി ആകെ ഞെട്ടി നിൽക്കുമായിരിക്കും. ഇപ്പൊ കണ്ടോ, ഇന്ന് നീ എവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്തെന്നാ പറഞ്ഞത്? ഇന്ന് നീ പാർക്ക് പോയി ഇരിക്കുകയല്ലായിരുന്നു? ഇന്ന് മാത്രമല്ല, 2-3 മാസമായി ഇവൻ ആ പാർക്ക് തന്നെയാ. നാണും മാനും ഇല്ലാതെ ആ പാർക്ക് പോയിരിക്കുക, ജോലിക്കാണെന്നും പറഞ്ഞ്. രവിയാണെങ്കിൽ സുധീരുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്താടാ, ഈ കണ്ടതൊക്കെ ശരിയാണോ? നീ ഇവിടെ രാവിലെ ബാഗും തൂക്കി പോകുന്നത് പാർക്കിൽ പോയി ഇരിക്കാനാണോ? ഇതിനാണോ നീ രാവിലെ ഭക്ഷണം എടുത്ത് ഇറങ്ങുന്നത്? ശ്രുതി ഒന്നും മിണ്ടുന്നുണ്ടായിരിക്കില്ല. എന്നാ രേവതി നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശ്രുതി അന്ന് നീ പറഞ്ഞല്ലോ എന്റെ ഭർത്താവിന് ഡ്രൈവർ ജോലിയാണ്, എന്ത് ഡ്രസ്സിട്ട് പോയാലും എന്താ നിന്റെ ഭർത്താവിന് മാത്രം അലക്കി തേച്ച വസ്ത്രങ്ങൾ മാത്രം ധരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് നീ കളിയാക്കിയല്ലോ. അയൺ ചെയ്ത് ചുളിയാതെ ഇട്ട് പോകുന്ന ഡ്രസ്സിട്ട് പാർക്ക് പോയി ഇതൊക്കെ ചെയ്യാനല്ലേ? ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ എന്ന് രേവതി ചോദിക്കാണ്. ഇത് കേട്ട് ശ്രുതിക്ക് കൂടുതൽ സങ്കടാവുന്നുണ്ട്. എന്താടാ നീ ഞങ്ങളെ പറ്റിക്കുന്നത്? ഇതാദ്യമായിട്ടൊന്നുമല്ല. എന്നാ നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ കഴിയുന്ന നിന്റെ ഭാര്യയാ നീ ഇപ്പൊ പറ്റിച്ചത്. ശ്രുതി നീ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് ശ്രുതിയുടെ അടുത്തോട്ട് ശ്രുതി ചെല്ലുകയാണ്. ഈ സമയത്ത് ശ്രുതി ദേഷ്യത്തോടു കൂടി ശ്രുതി അങ്ങ് തല്ലുക. നിന്നെ വിശ്വസിച്ചതാടാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. നീ എന്നെ ചതിക്കില്ല എന്ന് കരുതി നീ കൃത്യമായിട്ട് ജോലിക്ക് പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നാ നീ രാവിലെ ഈ ബാഗും എടുത്ത് ഇറങ്ങുന്നത് പാർക്ക് പോയി ഇരിക്കാനാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. ഇനി നീ എൻ്റെ അടുത്ത് മിണ്ടി പോകരുതെന്നും പറഞ്ഞ് ശ്രുതി ഉള്ളിലോട്ടങ്ങ് പോവാണ്. എന്നാൽ ഈ സമയത്ത് ശ്രുതി ചന്ദ്രയുടെ മുഖത്തോട്ട് നോക്കാണ്. എന്നാ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇതിൽ അമ്മയ്ക്കും പങ്കുണ്ട്. ഈ കാര്യമൊക്കെ അമ്മയ്ക്ക് മുന്നേ അറിയാന്നാ എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയല്ല പ്രതികരിക്കുക. അല്ല അമ്മേ, അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ലേ? അങ്ങനെ ചന്ദ്രയോട് രവി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര എല്ലാം ഏറ്റു പറയാണ്.